അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? അതായത് മൗലിക കടമകൾ 4A എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 104. ഇതാണ് ചോദ്യം. ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മൗലിക കടമകളെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം 4A. 4 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അതിനുശേഷം 4A എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഭാഗത്തെ ഉൾപ്പെടുത്തിയത്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ നടന്നു. ഈ ഒരു സമയത്താണ് ഇന്ത്യൻ പൗരന്മാർ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ചില മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു ചർച്ച വന്നത്. അങ്ങനെ ഈ ഒരു മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താം എന്ന ഒരുപാട് ചർച്ചകൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1976 ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു അഥവാ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ തലവനായിരുന്നു സ്വരൺ സിംഗ്. അപ്പോൾ ഈ കമ്മിറ്റി അറിയപ്പെടുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നായിരുന്നു. 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഒരു കമ്മിറ്റി രൂപം നൽകിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? മൗലിക കടമകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുവാനും അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ തലവനായിരുന്നു സർദാർ സ്വരൺ സിംഗ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു കമ്മിറ്റി രൂപം നൽകിയത്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തണം, അതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും എന്ത് എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അത് തന്നെയാണ് ഈ ഒരു കമ്മിറ്റിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കമ്മിറ്റി വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു മൗലിക കടമകൾ ഉൾപ്പെടുത്തുകയും ചെയ്തത്. മൗലിക കർത്തവ്യങ്ങൾക്കായി പുതിയ ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം എന്നതായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശം. അപ്പോൾ ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുണ്ട്, മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയിൽ 4A എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തിയത്. 4A എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തി ഏത് ഭേദഗതിയിലൂടെ? 1976 42 ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 1976 42 ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42 ഭേദഗതിയെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഈ ഒരു 42 ഭേദഗതി 1976 മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അപ്പോൾ ഏത് ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയതെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഏത് ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതി വർഷം 1976 ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമേത്? 4A ആണ്. അപ്പം ഈ 4A എന്ന ഭാഗമാണ് മൗലിക കടമകൾ. ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആർട്ടിക്കിൾ 51A ആണ്. 1976 മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. അതായത് 51A to J വരെ. 51A ക്യാപിറ്റൽ A ആണ് മൗലിക കടമകൾ. 10 കടമകളായി A മുതൽ 51 ക്യാപിറ്റൽ A J വരെയാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ 86 ഭേദഗതി 2002 വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ ഒരു മൗലിക കർത്തവ്യം കൂടെ നമ്മൾ 4A ഉൾപ്പെടുത്തി. അപ്പോൾ 51A to J മാറി 51A മുതൽ K വരെയായി. ആയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 2002 86 ഭേദഗതി കഴിഞ്ഞ
ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കണ്ടിട്ടേ ഈ ചോദ്യത്തിലേക്ക് വരാവുള്ളൂ. ഇപ്പോൾ 2002 86 ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു? വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്ന അവകാശത്തിന് പ്രാധാന്യം ഊന്നൽ നൽകിക്കൊണ്ട് 51A-Jയിൽ നിന്നും ഒരു മൗലിക കടമയും കൂടെ ഉൾപ്പെടുത്തി. അതാണ് 51A ബ്രാക്കറ്റിൽ K. ഈ ഒരു K എന്ന് പറയുന്ന കടമയും കൂടി ഉൾപ്പെടുത്തി. എന്താണ് ആ മൗലിക കടമ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം രക്ഷകർത്താവിൻ്റെ ദൗത്യമാണ് അല്ലെങ്കിൽ കടമയാണ് എന്നാണ് 51A-K എന്ന് പറയുന്ന മൗലിക കർത്തവ്യം അഥവാ മൗലിക കടമ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത് 2002 86 ഭേദഗതിയിലൂടെ. മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണെന്ന് ചോദിച്ചാൽ USSR അഥവാ റഷ്യ. USSR റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമ 5 ഇയർ പ്ലാൻസ് മൗലിക കടമ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കടമെടുത്തത് റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തത്. ഇപ്പോൾ ഒരു പൗരൻ ഈ മൗലിക കടമ ചെയ്യുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിനെ കോടതി വഴി ശിക്ഷിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അഥവാ കോടതിക്ക് ശിക്ഷിക്കാനാകില്ല. ഈ പൗരൻ മൗലിക കടമ ചെയ്യുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തെ കോടതി വഴി ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല. എന്നാൽ മറ്റൊരു കണ്ടീഷനുണ്ട്. ഈ ഒരു മൗലിക കടമ നിയമമായിട്ട് നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്, അതാണ് ഈ ഒരു പൗരൻ അനുസരിക്കാത്തത് എന്നുണ്ടെങ്കിൽ എന്നാൽ അയാളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ഒന്നുകൂടെ പറയാം. ഈ ഒരു മൗലിക കടമ അനുസരിച്ചില്ല അല്ലെങ്കിൽ മൗലിക കടമ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോടതി വഴി നമുക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല. കാരണം ഇങ്ങനെയാണ് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ എന്നാണ് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ, കോടതി വഴി പ്രസ്താവിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാണ് നോൺ ജസ്റ്റീഷ്യബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മൗലിക കടമ ഒരു നിയമമായി മാറി പാർലമെന്റ് പാസ്സാക്കി ഒരു നിയമമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിയമം ഒരു പൗരൻ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പഠിച്ചു ഫ്ലാഗ് കോഡ് നിയമം. 2002 ജനുവരി 26 വന്ന ഫ്ലാഗ് കോഡ് നിയമം. ഇന്ത്യൻ പതാകയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ പൗരന് അവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയമം നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നെല്ലാം പറയുന്ന മൗലിക കടമയുമുണ്ട്. 51A ഫസ്റ്റ് കടമ A എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതാകയുമായി ബന്ധപ്പെട്ട ഒരു നിയമവും വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു പൗരൻ ദേശീയ പതാകയെ അപമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവും പിഴയുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പതാകയുമായി ബന്ധപ്പെട്ടൊരു നിയമം വന്നു. ഈ ഒരു നിയമം ഇന്ന പൗരൻ അനുസരിച്ചില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എതിർത്ത് നിന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാം. അതാണ് 3 വർഷം തടവും പിഴയും. അപ്പോൾ ഇത്തരം ഒരു മൗലിക കടമയുമായി ബന്ധപ്പെട്ട് ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ചില്ല എന്ന് വന്നാൽ അദ്ദേഹത്തിന് നമുക്ക് കോടതി വഴി ശിക്ഷിക്കാം. അല്ലാണ്ട് മൗലിക കടമകൾ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് കരുതി കോടതി വഴി അദ്ദേഹത്തിന് ഒരു ശിക്ഷയും നൽകാൻ കഴിയില്ല. കാരണം കോടതി വഴി പ്രസ്താവിച്ചെടുക്കാൻ കഴിയില്ല ഈ മൗലിക കടമകൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാനാകില്ല. പക്ഷേ എങ്ങനെ എടുക്കാം? ആ ഒരു കടമ ഒരു നിയമമായിട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് എന്ന് കണ്ടെത്തുക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. കണിക്കൊന്ന, തെങ്ങ്, ഇലഞ്ഞി, അരയാൽ. ഇതിൽ ഏതാണ് ഉത്തരമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം. അരയാലാണ് ഉത്തരം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് അരയാലാണ്. പ്രിലിമിനറിയുടെ സിലബസിലുള്ള ഒരു പോർഷൻ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഓരോ സെക്ഷനായിട്ട് ജസ്റ്റ് ഒന്ന്
നോക്കാം. ഒന്ന്, ദേശീയ ചിഹ്നം, ഇന്ത്യയുടെ നാഷണൽ എംബ്ലം അഥവാ ദേശീയ ചിഹ്നം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സിംഹമുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി മാസം 26 ഈ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര കടമെടുത്തത് എവിടെ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. അശോക സ്തംഭത്തിൽ നിന്നും കടമെടുത്തതാണ് ഈ ഒരു സിംഹമുദ്ര എന്ന് പറയുന്നത്. ഈ ഒരു സിംഹമുദ്ര ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. അപ്പോൾ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? ദീനാനാഥ് ഭാർഗവ. നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഇത് കടമെടുത്തത്. ഇത് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ദീനാനാഥ് ഭാർഗവ. ഇനി ഈ ഒരു ദേശീയ മുദ്രയിൽ, നമ്മുടെ ഈ ദേശീയ ചിഹ്നത്തിൽ സിംഹമുദ്രയുടെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ് സത്യമേവ ജയതേ. ഈ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ് സത്യം ഏവ ജയതേ. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നും എന്ന് ചോദിച്ചാൽ മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ബ്രിട്ടീഷിന്റെ കീഴിലായിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റാർ ഓഫ് ഇന്ത്യയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ദേശീയ ചിഹ്നം ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റാർ ഓഫ് ഇന്ത്യ. സ്റ്റാർ ഓഫ് ഇന്ത്യ. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് ഒരു നിയമം 2005 പാസ്സാക്കിയിട്ടുണ്ട്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമം 2005 പാസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ ദേശീയ പതാകയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് അവബോധം ഉളവാക്കാൻ ഫ്ലാഗ് കോഡ് നിയമം 2002 വന്നതുപോലെ ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് പാസാക്കിയ നിയമമാണ് നിലവിൽ വന്നതാണ് 2005. അപ്പൊ ഇത്രയും കാര്യം ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്തത് ദേശീയ ഗാനം. നമ്മുടെ ദേശീയ ഗാനം, നാഷണൽ ആന്തം, നമുക്കറിയാം ജനഗണമനയാണ്. ജനഗണമന ദേശീയ ഗാനമായിട്ട് ഭരണഘടന അംഗീകരിച്ചത്, അല്ലെങ്കിൽ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1950 ജനുവരി മാസം 24 ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ച വ്യക്തിയാര് എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. അപ്പൊ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയ വ്യക്തി ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. രചിച്ചത് ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഇപ്പൊ ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഗാനത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ചിട്ടപ്പെടുത്തിയ രാഗം ചോദിക്കാം, ശങ്കരാഭരണമാണ്. ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ് കേട്ടോ. ദേശീയ ഗാനം ആലപിക്കാൻ, പൂർണ്ണമായിട്ടും ആലപിക്കാൻ എടുക്കുന്നത് 52 സെക്കൻഡാണ്. എന്നാൽ ഈ ഒരു ദേശീയ ഗാനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ട്, ഒരു ഹ്രസ്വരൂപം. ഈ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്നത് 20 സെക്കൻഡാണ്. അപ്പം പൂർണ്ണമായിട്ടും അതേ തോതിൽ ആലപിക്കാൻ 52 സെക്കൻഡ് എടുക്കും. എന്നാൽ ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു ഷോർട്ട് രൂപമുണ്ട്, ഒരു ഹ്രസ്വരൂപം, അത് ആലപിക്കാൻ എടുക്കുന്നത് 20 സെക്കൻഡാണ്. എന്നാൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഈ ഒരു പദ്യം എന്ന് പറയുന്നത് 5 സ്റ്റാൻസ ഉണ്ടായിരുന്നു. ആ ഭാരത ഭാഗ്യവിദാത എന്നാണ് ആ ഒരു പദ്യം അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരത ഭാഗ്യവിദാത എന്ന ആ പദ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ മാത്രമാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പദ്യം ഭാരത ഭാഗ്യവിദാത എന്നാണ് അറിയപ്പെടുന്നത്. അതിന് 5 സ്റ്റാൻസാസ് ആണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട്, അല്ലെങ്കിൽ ജനഗണമന എന്ന് പറയുന്ന ഈ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത് എന്നൊന്ന് ഓർത്തു വയ്ക്കുക. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത ഭാഗ്യവിദാത. ഭാരത ഭാഗ്യവിദാത. അങ്ങനെ ഈ ഒരു പദ്യത്തിൽ 5 സ്റ്റാൻസ. ഭാരത ഭാഗ്യവിദാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ചോദിച്ചാൽ തത്വബോധിനി പത്രിക. ഭാരത ഭാഗ്യവിദാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ്? തത്വബോധിനി പത്രിക. ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് എവിടെയാണ്?
1911 ഡിസംബർ മാസം 27-ന് INC-യുടെ വാർഷിക സമ്മേളനം കൽക്കട്ടയിൽ നടന്നു. അവിടെ വെച്ച് ടാഗോറും സരളാദേവി ചൗധുരാണിയും കൂടെ ചേർന്നാണ് ഈ ഒരു ഗാനം ആലപിക്കുന്നത്. 1911 ഡിസംബർ മാസം 27-നാണ് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത്. കൊൽക്കട്ടയിൽ വച്ചിട്ടാണ്. അന്ന് രവീന്ദ്രനാഥ ടാഗോറും അദ്ദേഹത്തിന്റെ കൂടെ സരളാദേവി ചൗധുരാണിയും കൂടെ ചേർന്നാണ് ഈ ഒരു ഗാനം ആലപിച്ചത്. അന്ന് ജനഗണമന ആലപിക്കുന്നത് ടാഗോറും സരളാദേവി ചൗധുരാണിയും കൂടെ ചേർന്നാണ് INC-യുടെ വാർഷിക സമ്മേളനത്തിൽ ഈ ഒരു ഗാനം ആലപിക്കുന്നത്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. തർജ്ജമ ചെയ്തത് മറ്റാരുമല്ല, രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും അദ്ദേഹം തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേശീയ ഗാനം ആയ ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്ത വ്യക്തി ആര്? ആബിദ് അലി. ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്ത വ്യക്തി ആബിദ് അലി. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ദേശീയ ഗാനം. അടുത്തത് ദേശീയ കലണ്ടറാണ്. ശകവർഷത്തെയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1957 മാർച്ച് മാസം 22-നാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിക്കുന്നത് 1957 മാർച്ച് 22-നാണ്. ശകവർഷം ആരംഭിച്ചത് AD 78 കനിഷ്കന്റെ സമയത്താണ് ശകവർഷം ആരംഭിക്കുന്നത്. ശകവർഷം ആരംഭിക്കുന്നത് AD 78 കനിഷ്കന്റെ സമയത്താണ് ആരംഭിക്കുന്നത്. ഈ ഒരു ശകവർഷത്തിൽ 12 മാസങ്ങളും 12 മാസങ്ങളും ഉണ്ട്, 365 ദിവസങ്ങളുണ്ട്. അപ്പം 12 മാസങ്ങളും ഉണ്ട്, 365 ദിവസങ്ങളും ഉണ്ട് ഈ ഒരു ശകവർഷത്തിൽ. ഇതിൽ ആദ്യത്തെ മാസം ചൈത്രം എന്നാണ് അറിയപ്പെടുന്നത്. അവസാനത്തെ മാസം ഫാൽഗുണം എന്ന് അറിയപ്പെടുന്നു. ഇത് രണ്ടും ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫാൽഗുണമാണ്. ആദ്യ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുണം. ഈ ശകവർഷം ആരംഭിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മാസം മാർച്ച് 22. ഇംഗ്ലീഷ് മാസം മാർച്ച് 22-നാണ് ശകവർഷം ആരംഭിക്കുന്നത്. എന്നാൽ ഒരു അതിവർഷമാണെങ്കിൽ, ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് മാസം 21-നാണ്. അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 21-നും, എന്നാൽ സാധാരണഗതിയിൽ ആരംഭിക്കുന്നത് മാർച്ച് 22, ഇംഗ്ലീഷ് മാസം മാർച്ച് 22-നുമാണ് ആരംഭിക്കുന്നത്. ഇനി ഈ ഒരു കലണ്ടർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘനാഥ് സാഹ. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേര് ചോദിച്ചാൽ മേഘനാഥ് സാഹ. മേഘനാഥ് സാഹ. ഇത്രയും കാര്യങ്ങളാണ് ദേശീയ കലണ്ടറിൽ പഠിക്കാനുള്ളത്. നമ്മുടെ കലണ്ടർ ശകവർഷം സാക്ക ഇറ 1957 മാർച്ച് 22-ന് ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി പ്രഖ്യാപിച്ചു. ശകവർഷം ആരംഭിച്ചത് കനിഷ്കന്റെ സമയത്താണ്. AD 78-നാണ്. 12 മാസങ്ങളും 365 ദിവസമുണ്ട്. ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫാൽഗുണമാണ്. ശകവർഷം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് മാസം മാർച്ച് 22-നാണ്. എന്നാൽ ഒരു അതിവർഷമാണെങ്കിൽ ആരംഭിക്കുന്നത് മാർച്ച് 21-നാണ്. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘനാഥ് സാഹ. അടുത്തത് ദേശീയ പക്ഷി. നമുക്കറിയാം നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963-ലാണ്. അപ്പോൾ ദേശീയ പക്ഷി മയിൽ, മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963-ലാണ്. അടുത്തത് ദേശീയ മൃഗം, നാഷണൽ ആനിമൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. റോയൽ ബംഗാൾ ടൈഗർ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് 1972-ലാണ്. 72 വരെയും ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ്. 72 മുതലാണ് റോയൽ ബംഗാൾ ടൈഗർ കടുവ നമ്മുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് വരെ സിംഹമായിരുന്നു. അടുത്തത് ദേശീയ ജലജീവി ഏത്? ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ മാസമാണ്. അപ്പം ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കുന്നത് 2009 ഒക്ടോബറിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ അത് ഗുവാഹട്ടിയാണ്. ഔദ്യോഗിക മൃഗം, ഒഫീഷ്യൽ ആനിമലുള്ള ആദ്യത്തെ ഇന്ത്യൻ സിറ്റി, നഗരം ഏതെന്ന് ചോദിച്ചാൽ ഗുവാഹട്ടിയാണ്. ഗുവാഹട്ടിയിലെ ഔദ്യോഗിക മൃഗമായിട്ട് അറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിനാണ്.
ആദ്യമായിട്ടാണ് ഒരു സിറ്റിയിൽ ഒരു ഒഫീഷ്യൽ ആനിമൽ കൊണ്ടുവരുന്നത്. അത് മറ്റെവിടെയുമല്ല, ഗുവാഹട്ടിയിലാണ്. ഒഫീഷ്യൽ ആനിമലായിട്ട് ഗംഗാ ഡോൾഫിനെയാണ് ഗുവാഹട്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ ജലജീവിയും ഗംഗാ ഡോൾഫിൻ തന്നെയാണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കുന്നത് 2009 ഒക്ടോബറിലാണ്. ഇനി അടുത്തത് നമ്മുടെ ദേശീയ പൈതൃക മൃഗം അഥവാ പൈതൃക ജീവി ആരാണ്? ദേശീയ പൈതൃക ജീവിയായി ആനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2010 ഒക്ടോബറിലാണ്. അപ്പോൾ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം 2010 ഒക്ടോബറിലാണ് പ്രഖ്യാപിച്ചത്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളേത്? സംസ്ഥാന മൃഗമായിട്ട് ഉള്ള സംസ്ഥാനങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ കേരളമാണ്, പിന്നെ കർണാടക, ജാർഖണ്ഡ്. ഈ 3 സംസ്ഥാനങ്ങളിലും ആന ഔദ്യോഗിക മൃഗമാണ്. അപ്പോൾ ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. ആനകളെപ്പറ്റി പരാമർശിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാതംഗലീലയിൽ ഏത് മൃഗത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആനയാണ്. അപ്പോൾ ആനയെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല. മാതംഗലീല രചിച്ചത്, ഈ ഗ്രന്ഥം രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് മാതംഗലീല രചിച്ചത്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്. അപ്പോൾ ഇതാണ് ദേശീയ പൈതൃക ജീവി ആന. അങ്ങനെ പ്രഖ്യാപിച്ചത് 2010 ഒക്ടോബറിലാണ്. പിന്നെ നമുക്കറിയാം ദേശീയ ഫലം, നാഷണൽ ഫ്രൂട്ട് ഏതാണ്? മാങ്ങയാണ്. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. ഇന്ത്യ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ചോദിച്ചാൽ പാകിസ്ഥാനും ഫിലിപ്പൈൻസും ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഫ്രൂട്ട്, നാഷണൽ ഫ്രൂട്ട് മാംഗോ ആണ്. അപ്പോൾ ഇന്ത്യ കൂടാതെ തന്നെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ളത് ഒന്ന് പാകിസ്ഥാനാണ്, രണ്ടാമത്തേത് ഫിലിപ്പൈൻസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. പാകിസ്ഥാനും ഫിലിപ്പൈൻസും ആണ്. അടുത്തത് ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം നമുക്കറിയാം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമും ഈജിപ്തുമാണ്. അപ്പോൾ താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വിയറ്റ്നാമും ഈജിപ്തുമാണ്. അടുത്തത് ദേശീയ വൃക്ഷം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാൽ അഥവാ പേരാൽ എന്നെല്ലാം പറയാം കേട്ടോ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ അഥവാ അരയാൽ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നമ്മുടെ ദേശീയ പ്രതിജ്ഞ, പ്ലെഡ്ജാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ നമുക്കറിയാം ഇന്ത്യ ഇസ് മൈ കൺട്രി അഥവാ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇതാണ് ദേശീയ പ്രതിജ്ഞ. ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു ആണ്. ആദ്യമായി എഴുതപ്പെട്ടത് തെലുങ്കിലാണ്. നമ്മുടെ പ്ലെഡ്ജ് എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. ആരാണ്? പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. എഴുതിയത് ഏത് ഭാഷയിലാണ് ആദ്യമായിട്ട് എന്ന് ചോദിച്ചാൽ തെലുങ്കിലാണ്. പിന്നെയാണ് മറ്റു പല ഭാഷകളിലും വിവർത്തനം ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആദ്യമായിട്ട് എഴുതിയത് പൈതിമാരി വെങ്കട്ട സുബ്ബറാവു. തെലുങ്ക് ഭാഷയിലാണ് പ്ലെഡ്ജ് അഥവാ പ്രതിജ്ഞ എഴുതിയത്. അടുത്തത് നമ്മുടെ ദേശീയ നദി ഏതാണ്? നാഷണൽ റിവർ. ദേശീയ നദി നമുക്കറിയാം ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് 2008 നവംബറിലാണ് അല്ലേ ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം 3 ഡേറ്റുകൾ നമ്മൾ പഠിച്ചു. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. എന്നാൽ ഗംഗാ ഡോൾഫിൻ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് അടുത്ത വർഷം 2009 ഒക്ടോബറിലാണ്. എന്നാൽ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചതോ അത് തൊട്ടടുത്ത വർഷം 2010 ഒക്ടോബർ. അപ്പം ഗംഗയെ 2008, ഗംഗാ ഡോൾഫിനെ 2009 ഒക്ടോബറിലാണ്. അതുപോലെ ആനയെ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് 2010 ഒക്ടോബറിലാണ്. ഓക്കെ. ഇനി അടുത്തത് ഔദ്യോഗിക ഭാഷ. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ മാസം 14-നാണ്. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14-നാണ്. ഔദ്യോഗിക ഭാഷ എന്നുദ്ദേശിക്കുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അല്ലാണ്ട് നാഷണൽ ലാംഗ്വേജ് എന്ന് ധരിക്കരുത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചത് 1949-ലാണ്. 1949 സെപ്റ്റംബർ 14-നാണ്. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ 14-നെ ഹിന്ദി ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 14-നെ ഹിന്ദി ദിവസമായിട്ട് ആഘോഷിക്കുന്നു. കാരണം നമ്മുടെ ഭരണഘടന ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് 1949-ലാണ് സെപ്റ്റംബർ 14. അതുകൊണ്ട് സെപ്റ്റംബർ 14-നെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നു? ഹിന്ദി ദിവസമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിഹ്നങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു തന്നു. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തത്? ഓപ്ഷൻ എ ദുർഗേശ് നന്ദിനി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി കപാലകുണ്ഡല, ഓപ്ഷൻ ഡി വിഷവൃക്ഷം. അപ്പോൾ ഇത് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ലഭിക്കും. അപ്പോൾ നോക്കാം, ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ അംഗീകരിച്ചത് എന്ന് നമുക്കറിയാം. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം, നാഷണൽ സോങ്, 1950 ജനുവരി മാസം 24-നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ അംഗീകരിച്ചത്. ആരാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ വന്ദേ മാതരം രചിച്ചതാര് എന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലാണ് ആനന്ദമഠം. ഈ നോവലിനുള്ളിലാണ് ഈ വന്ദേ മാതരം എന്ന നമ്മുടെ ഗീതം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഈ നോവലിനുള്ളിലുള്ളതാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേ മാതരം സ്വീകരിച്ചിരിക്കുന്നത്. ആനന്ദമഠം എന്ന കൃതിയിലെ നായകന്റെ പേര് ചോദിച്ചാൽ ഭവാനന്ദനാണ്. ആനന്ദമഠം എന്ന നോവലിലെ നായകന്റെ പേര് ഭവാനന്ദൻ. പ്രധാനമായിട്ടും ഈ ആനന്ദമഠം എന്ന നോവൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് ചോദിച്ചാൽ സന്യാസി കലാപവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദമഠം എന്ന ഈ ഒരു നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. ഈ നോവലിനുള്ളിലുള്ള ഒരു ഗാനമാണ് വന്ദേ മാതരം. അതിനെയാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ബംഗാളിലെ സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. ബംഗാളിലെ സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. ആനന്ദമഠം ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1882-ലാണ്, 1882-ലാണ് ആനന്ദമഠം എന്ന ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് 1896-ൽ കൽക്കട്ടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1896 കൽക്കട്ടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. 1896 INC-യുടെ വാർഷിക സമ്മേളനം കൽക്കട്ടയിൽ വെച്ച് നടന്നു. അവിടെ വെച്ചാണ് വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പോൾ മറ്റൊരു ചോദ്യം, 1896 INC-യിൽ വെച്ച് നടന്ന ഈ വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തി ആര്, അഥവാ INC പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ റഹമത്തുള്ള സയാനിയാണ്. 1896 കൊൽക്കട്ടയിൽ വെച്ച് നടന്ന INC വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് റഹമത്തുള്ള സയാനിയാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന രാഗം ചോദിച്ചാൽ ദേശ് രാഗമാണ്. നേരത്തെ പഠിച്ചു. ജനഗണമന രചിച്ചിരിക്കുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിലാണെങ്കിൽ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ വ്യക്തി ജാദുനാഥ ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ വ്യക്തി, അതിന് ഈണം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ജാദുനാഥ ഭട്ടാചാര്യാണ്. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആലപിച്ചത് ടാഗോറാണ്. ഈണം നൽകിയത് ജാദുനാഥ ഭട്ടാചാര്യ. രാഗം ഏതാണ്? ദേശരാഗമാണ്. വന്ദേ മാതരത്തിൽ സ്തുതിക്കുന്ന ദേവിയാണ് ദുർഗ. വന്ദേ മാതരം എന്ന ഗാനത്തിൽ സ്തുതിക്കുന്ന ദേവി ആരാണ്? ദുർഗയാണ്. വന്ദേ മാതരത്തെ തന്നെ പല ഭാഷയിലും പല വ്യക്തികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരബിന്ദ ഘോഷാണ്. തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ലഭിച്ചു. എന്താണ് ചോദ്യം? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തത്? നിസ്സംശയം നമുക്ക് പറയാം ഓപ്ഷൻ ബി. ഏതാണ്? ആനന്ദമഠം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ എന്ത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം, ഓപ്ഷൻ ബി ഐത്ത നിർമാർജനം, ഓപ്ഷൻ സി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ഓപ്ഷൻ ഡി അവസര സമത്വം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭാഗം 3 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഭാഗം 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ്.
മൗലിക അവകാശം. ഈ മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ്. 12 മുതൽ 35 വരെയാണ് ഭാഗം 3 മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ്. ഇതിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 ഇടയിലുള്ളതാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 ഒരുമിച്ച് നമുക്ക് പറയാം സമത്വത്തിനുള്ള അവകാശം എന്ന് പറയാം. 12 മുതൽ 35 വരെയുണ്ട്. ഓരോ സെക്ഷനെയും ഓരോ പേരിൽ അറിയപ്പെടുന്നു. അതിൽ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയാം. സമത്വത്തിനുള്ള അവകാശം. അതുകൊണ്ട് 14, 15, 16, 17, 18 ഈ ആർട്ടിക്കിൾസ് 5ഉം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. ബാക്കി ഓരോന്നിനും ഓരോ ഇതുപോലെ പേരുകളുണ്ട്. ആർട്ടിക്കിൾസിന് 19 മുതൽ 22 വരെയുണ്ട്, 25 മുതൽ 28 വരെയുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള മൗലിക അവകാശങ്ങളെ പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം. അപ്പോൾ നോക്കിക്കോ, സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെ സൂചിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തെ കുറിക്കുന്ന അനുച്ഛേദങ്ങളാണ് 14 മുതൽ 18 വരെ. അപ്പോൾ എന്താണ് ഓരോ ആർട്ടിക്കിളിൻ്റെ വിശദീകരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം 14 എന്ന് പറയുന്നത് നിയമസമത്വം ഉറപ്പു നൽകുന്നു. നിയമസമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയും. ജസ്റ്റ് കാര്യങ്ങൾ ആദ്യം നമുക്ക് പറഞ്ഞ് നോക്കാം. 14 നിയമസമത്വം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിയമസമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അടുത്ത സ്ലൈഡിൽ വരുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. 15 വിവേചനത്തെ തടയുന്നു. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനത്തെ തടയുന്നു. ജാതി, മതം, വർഗം, ലിംഗം ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവേചനങ്ങളെ തടയുന്നു. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, എല്ലാവരും തുല്യരാണ് എല്ലാ ജോലിയിലും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 17 അയിത്ത നിർമാർജനം, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതെല്ലാമാണ് അയിത്ത നിർമാർജനം, അൺടച്ചബിലിറ്റി. 18 ബഹുമതികൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകൾ നിരോധനം. നമ്മൾ പേരിൻ്റെ മുൻപിൽ വയ്ക്കുന്ന ചില തലക്കെട്ടുകൾ ഉണ്ടല്ലോ, പത്മശ്രീ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന ചില തലക്കെട്ടുകളുണ്ട്. അത്തരം തലക്കെട്ടുകളുടെ നിരോധനങ്ങളെ കുറിച്ച് പറയുന്നത്, ഏതൊക്കെ തലക്കെട്ടുകൾ ഉപയോഗിക്കാമെന്നും ഏതൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നും അത്തരം നിരോധനങ്ങളെ കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 18. അപ്പോൾ 14 മുതൽ 18 വരെ എന്ത് സൂചിപ്പിക്കുന്നു? സമത്വത്തിനുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു. ഭാഗം 3 മൗലിക അവകാശങ്ങളിൽ എല്ലാവരും തുല്യരാണ്. സമത്വത്തിനുള്ള അവകാശങ്ങളെ സൂചിപ്പിക്കുന്നത് 14 മുതൽ 18 വരെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 14 എന്ന് പറയുന്ന ആർട്ടിക്കിളിലേക്ക് പോകാം. 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 2 കാര്യങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം നിയമസമത്വം ഉറപ്പ് നൽകുന്നു എന്ന് പറയാം. പക്ഷേ ഈ നിയമസമത്വത്തിൽ തന്നെ ചില വകഭേദങ്ങളുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് 14 2 കാര്യങ്ങളാണ് ശരിക്കും ഉറപ്പ് നൽകുന്നത്. നമ്മുടെ ആർട്ടിക്കിളിൽ ഇപ്രകാരമാണ് പറയുന്നത്. 1 നിയമസമത്വം, 2 തുല്യ നിയമ സംരക്ഷണം. ഇത് രണ്ടും ഉറപ്പ് നൽകുന്നത് 14 നിയമസമത്വവും ഉറപ്പ് നൽകുന്നു, തുല്യ നിയമ സംരക്ഷണവും ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താണ് നിയമസമത്വം, എന്താണ് നിയമസംരക്ഷണം. ഈ നിയമസമത്വവും നിയമസംരക്ഷണവും ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് നിയമവാഴ്ചയുടെ സവിശേഷതകളാണ് എന്ന് പറയാം. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ. നിയമവാഴ്ചയുടെ സവിശേഷതകളാണ് നിയമസമത്വവും നിയമസംരക്ഷണവും. ഇപ്പോൾ നമ്മൾ 3 വാക്കുകൾ പഠിച്ചു: നിയമസമത്വം, നിയമസംരക്ഷണം, നിയമവാഴ്ച. അപ്പോൾ ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കാം. നിയമസമത്വവും നിയമസംരക്ഷണവും നിയമവാഴ്ചയുടെ സവിശേഷതയാണ്. അപ്പോൾ ഈ നിയമവാഴ്ച എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ? എന്താണ് നിയമവാഴ്ച?
എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതാണ് നിയമവാഴ്ച. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആർക്കും ഒരു നിയമത്തിലെ ഇളവോ ഒന്നും ലഭിക്കുന്നില്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെല്ലാവരും നമ്മുടെ നിയമത്തിന് മുന്നിൽ ഈക്വലാണ്, തുല്യരാണ് എന്ന് പറയുന്നതാണ് നിയമവാഴ്ച. ഈ നിയമവാഴ്ചയുടെ രണ്ട് സവിശേഷതകളാണ് നിയമസമത്വവും നിയമസംരക്ഷണവും. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് ജനറലായിട്ട് പറയുന്നു നിയമവാഴ്ച. അപ്പോൾ എന്തായിരിക്കാം നിയമസമത്വവും നിയമസംരക്ഷണവും എന്തായിരിക്കാം? അതിലേക്ക് പോകാം. അപ്പോൾ എന്താണ് നിയമസമത്വം? നിയമസമത്വം എന്നാൽ ഒരു പൗരനും നിയമത്തിന് മുൻപിൽ പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കുന്നില്ല. ഒരു പൗരനും നിയമത്തിന് മുൻപിൽ പ്രത്യേക പരിഗണനയില്ല. ഇവൻ വലിയവൻ, ഇവൻ ചെറിയവൻ, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നിയമത്തിന് ഇളവ് നൽകാം, അങ്ങനെ ഒരു പരിഗണനയും ഒരു ഇന്ത്യൻ പൗരനും ലഭിക്കുന്നതല്ല. നമ്മൾ കാണാറുണ്ട് കോടതിയിൽ നിയമദേവത കണ്ണ് കെട്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഒരു കറുത്ത തുണിയിട്ട് കണ്ണ് കെട്ടി നിൽക്കുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരനും ഒരേപോലെയാണ് നിയമം വരുന്നത്. അതിൽ ഒരു പൗരന് പോലും നിയമത്തിലെ ഇളവോ അഥവോ കൂടുതലോ ഒന്നും തന്നെ ഇല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. അതാണ് നിയമസമത്വം. ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല, എല്ലാവരും തുല്യ പരിഗണനയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നിയമസമത്വം. അപ്പോൾ എന്താണ് നിയമസംരക്ഷണം? ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരേപോലെയാണ് സംരക്ഷിക്കുന്നത്. ചില പൗരന്മാർക്ക് നിയമം ഇളവുണ്ടെന്നോ ചില പൗരന്മാർക്ക് നിയമത്തിലെ ശിക്ഷ കൂടുതലോ അങ്ങനെയൊന്നുമില്ല. ഈ നിയമങ്ങൾ ഇന്ത്യയിൽ പാലിക്കേണ്ട ഏതൊരു നിയമമായാലും എല്ലാ പൗരന്മാരെയും തുല്യമായിട്ട് സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതാണ് നിയമസംരക്ഷണം. അപ്പം നിയമവാഴ്ചയുടെ രണ്ട് സവിശേഷതകളാണ്. നിയമവാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഏതൊക്കെ രീതിയിൽ തുല്യരാണ്? അതാണ് നിയമസമത്വവും നിയമസംരക്ഷണവും. ഏതൊക്കെ രീതിയിലാണ്? ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും എല്ലാ പൗരന്മാരെയും ഒരുപോലെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് നിയമസമത്വവും നിയമസംരക്ഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ കഴിഞ്ഞു. അടുത്തത് 15. 15 എന്ന് പറഞ്ഞാൽ വിവേചനത്തെ തടയുന്നു, ഡിസ്ക്രിമിനേഷനെ തടയുന്നു. ഏതൊക്കെ രീതിയിലുള്ള വിവേചനങ്ങൾ? ജാതി, മതം, വർഗം, ലിംഗം, വർണ്ണം, ജനനസ്ഥലം എന്നിവരുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ജാതി, മതം, വർഗം, ലിംഗം, വർണ്ണം, ജനനസ്ഥലം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനങ്ങളും ഭരണഘടനയിൽ പറയുന്നില്ല. എല്ലാ വിവേചനങ്ങളും നിരോധിച്ചിരിക്കുന്നു. പക്ഷേ ആ ഒരു ആർട്ടിക്കിൾ 15 തന്നെ സബ് ക്ലോസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. 15(3) പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് ചോദിച്ചതാണ്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായി കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നുണ്ട് നിയമങ്ങൾ, പല നിയമങ്ങളും. അത് വിവേചനമായിട്ട് കണക്കാക്കുന്നില്ല എന്ന് ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 15 തന്നെയാണ്. 15(3) 15 സബ്സെക്ഷൻ 3 അത് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്ന പ്രത്യേക പരിഗണന അത് ഒരിക്കലും വിവേചനമായി കണക്കാക്കുന്നതല്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 15. ഇനി ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. അതായത് ഇപ്പോൾ ഗവൺമെന്റ് ജോലിയിലായാൽ തന്നെ കറുത്ത നിറമുള്ളവന് ജോലിയില്ല, വെളുത്ത നിറമുള്ളവനെ ജോലിയുള്ളൂ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ജോലിയുണ്ട് പെണ്ണുങ്ങൾക്ക് ഈ ജോലി കിട്ടില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഏതൊക്കെ രീതിയിൽ? ഈ പറഞ്ഞ ജാതി, മതം, വർഗം, ലിംഗം, വർണ്ണം, ജനനസ്ഥലം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു വിവേചനവും പാടില്ല. ആ വിവേചനം തന്നെ എവിടെയും പാടില്ല, പൊതു നിയമനങ്ങളിലും പാടില്ല. ഗവൺമെൻറ് ജോലിയിലും ഈ പറഞ്ഞ ജാതി, മതം, വർഗം, ലിംഗം, വർണ്ണം, ജനനസ്ഥലം എന്നിവയുമായി ബന്ധപ്പെട്ട വിവേചനങ്ങൾ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ പിന്നാക്ക വിഭാഗക്കാർക്ക് ഈ ജാതി അടിസ്ഥാനത്തിലെല്ലാം വിവേചനങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഭരണഘടനയിലെ വകുപ്പ് അഥവാ ആർട്ടിക്കിൾ 16(4) എഴുതിയിട്ടുണ്ട്, പിന്നാക്ക വിഭാഗക്കാർക്ക് നൽകുന്ന സംവരണങ്ങൾ അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു വിവേചനമായിട്ട് കണക്കാക്കുന്നതല്ല എന്ന് ഈ ഒരു 16ാമത്തെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്. അത് അവസര സമത്വത്തിന് ലംഘനമായി മാറില്ല
എന്നും എഴുതിയിട്ടുണ്ട്. പിന്നാക്ക വിഭാഗക്കാർക്ക് ഈ ജോലിയിൽ നൽകുന്ന സംവരണം അവസര സമത്വത്തിന് ലംഘനമല്ല എന്ന് ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ട്. ആ പറയുന്ന ആർട്ടിക്കിൾ 16(4) 16(4). അപ്പൊ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം അത് അവസര സമത്വത്തിന്റെ ലംഘനമല്ല എന്ന് പറയുന്നത് 16(4). അപ്പൊ ഇതാണ് വകുപ്പ് 16. ഓക്കെ, ഇനി നമുക്ക് വകുപ്പ് 17ലേക്ക് കടക്കാം. വകുപ്പ് 17 ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറയുന്ന ഈ ചോദ്യം ഈ വകുപ്പ് അഥവാ അനുച്ഛേദം 17മായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഈ 17 പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനമാണ്. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഈ ഉയർന്ന ജാതിക്കാര് കുടിക്കുന്ന വെള്ളം എടുക്കുന്ന കിണറിൽ നിന്നും താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളം എടുക്കാൻ പാടില്ല. ഉയർന്ന ജാതിക്കാർ നടന്നു വരുമ്പോൾ താഴ്ന്ന ജാതിക്കാർ ആ റോഡിൽ നിന്ന് മാറി നിൽക്കണം. ഉയർന്ന ജാതിക്കാർ പ്രവേശിക്കുന്ന അമ്പലത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല. ഉയർന്ന ജാതിക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. ഇതെല്ലാമാണ് അയിത്തം എന്ന് പറയുന്നത്, അൺടച്ചബിലിറ്റി. അപ്പോൾ ആ അയിത്ത നിർമ്മാർജ്ജനം ചെയ്യുക, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ആണ് ഈ ഒരു ആർട്ടിക്കിൾ 17 കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി അവതരിപ്പിച്ച ഒരു അനുച്ഛേദം തന്നെയാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ നിരോധന നിയമം പാസാക്കിയത് 1955 ആണ്. അയിത്തത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, തൊട്ടുകൂടായ്മ നിരോധന നിയമം പാസാക്കിയ വർഷം 1955. അപ്പം മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി അവതരിപ്പിച്ച ഒരു അനുച്ഛേദമാണ് വകുപ്പ് 17. ഓക്കെ, എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുക, തൊട്ടുകൂടായ്മ നിരോധിക്കുക എന്ന് ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് അനുച്ഛേദം 18 എന്താണ്? ബഹുമതികൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകൾ നിരോധനം. അതായത് നമ്മുടെ പേരിൻ്റെ മുൻപിലിടുന്ന ചില തലക്കെട്ടുകളുണ്ട്. ആ തലക്കെട്ടുകൾ ബഹുമതിക്ക് അനുസരിച്ചിട്ടാകാം. അങ്ങനെയുള്ള തലക്കെട്ടുകളെ നിരോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വകുപ്പിൽ പറയുന്നത്. പക്ഷേ ഇതിന് ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്കാഡമിക് തലക്കെട്ടുകൾ അല്ലെങ്കിൽ ഈ സൈനിക തലക്കെട്ടുകൾ ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അത് ലംഘനമല്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള ബഹുമതികൾ സൈനിക ബഹുമതികൾ, അക്കാദമിക് പുരസ്കാരങ്ങൾ. സൈനിക ബഹുമതികൾ ഉദ്ദേശിക്കുന്ന ലഫ്റ്റനന്റ് എന്ന് പറയുന്ന ആ ഒരു ബഹുമതി പേരിന് മുൻപിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ മേജർ എന്ന് പറയുന്ന ബഹുമതി പേരിന് മുന്നിൽ കൊണ്ടുവരാം. വൈസ് അഡ്മിറൽ എന്ന് പറയുന്ന ഒരു തലക്കെട്ട് പേരിന് മുന്നിൽ കൊണ്ടുവരാം. അങ്ങനെ സൈനിക ബഹുമതികൾ പേരിന് മുൻപിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ അക്കാദമിക് ബഹുമതികൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ അതുപോലെ അഡ്വക്കേറ്റ് പോലുള്ള അക്കാദമിക് ബഹുമതികളും നമുക്ക് തലക്കെട്ടുകളായിട്ട് കൊണ്ടുവരാം. ബാക്കിയുള്ളതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ സുപ്രീം കോർട്ട് ഒരു കേസിന് വിധി വന്നു. ആ കേസ് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസായിരുന്നു. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് പ്രകാരം ഭാരതരത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ പോലുള്ള നാഷണൽ അവാർഡ്, ഈ നാഷണൽ അവാർഡുകൾ 18 സൂചിപ്പിക്കുന്ന തലക്കെട്ടുകളിൽ ഉൾപ്പെടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അതായത് പണ്ട് ഈ പത്മശ്രീ എന്നോ പത്മവിഭൂഷൺ എന്നോ ഭാരത് രത്ന എന്നോ പേരിന് മുന്നിൽ വയ്ക്കാൻ പാടില്ലായിരുന്നു. ഭരണഘടനയിൽ അനുച്ഛേദം 18 പറയുന്നത് പോലെ വയ്ക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ കേസിന്റെ വിധിയാണ്. ആ കേസാണ് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ കേസ് പ്രകാരം ഭാരതരത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ മുതലായ തലക്കെട്ടുകളും നമുക്ക് ലംഘനമല്ല, അത് പേരിനൊപ്പം വയ്ക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു. 18 ആർട്ടിക്കിളിൽ പറയുന്നത് വയ്ക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഈ ഒരു സുപ്രീം കോടതി വിധിയിലൂടെ ഇത്തരം തലക്കെട്ടുകളും പേരിനൊപ്പം വയ്ക്കാമെന്നുള്ള ഒരു വിധി വന്നു. ആ കേസാണ് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ വെച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് അയിത്ത നിർമ്മാർജ്ജനം.